നമസ്കാരം സർ. നമസ്കാരം. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വലിയ ഉത്കണ്ഠകൾ ഇന്ത്യക്കാർക്കുണ്ട്. ഒന്ന്, നമ്മുടെ താരിഫ് യുദ്ധത്തിന് ശേഷം അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വലിയ പോരിന്റെ വക്കത്തെത്തിയതാണ്. വളരെ പൊടുന്നനെയാണ് നമ്മുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസിൽ വലിയ മാറ്റം വന്നത്. ഇന്ത്യയുടെ നയപരമായ ഇടപെടൽ കൊണ്ട് അമേരിക്ക അതിവേഗത്തിൽ ഒന്ന് മെരുങ്ങി വന്നു ഇന്ത്യയോട്. എന്നിട്ട് മോദി എൻ്റെ സുഹൃത്താണെന്നൊക്കെ വളരെ പരസ്യമായി പറഞ്ഞുകൊണ്ട് തന്നെ ട്രംപ് രംഗത്ത് വന്നു. അതിന്റെ ഗുണവും കണ്ടു നമ്മൾ. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നാണ് അമേരിക്ക നമുക്കെതിരെ പറഞ്ഞിരുന്ന കുറ്റം. അത് ഏതാണ്ട് നമ്മളും വാങ്ങാൻ പാടില്ല എന്ന തീരുമാനത്തിന് നമ്മളോ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനിയായി റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുന്ന റിലയൻസ് കമ്പനി അതിന് വഴങ്ങിക്കൊടുത്തു. അതോടുകൂടി അമേരിക്കക്ക് പകുതി തീർന്നു. താരിഫ് യുദ്ധം ഏതാണ്ട് അവസാനിപ്പിച്ചു. നമ്മൾ കൂട്ടി അവര് കൂട്ടിയ താരിഫ് കൂട്ടിയത് അവരും, നമ്മൾ കൂട്ടിയത് നമ്മളും കുറച്ചു. അതിനുശേഷം അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് നമ്മൾ കണ്ടു. അതിന്റെ ഗുണം 10 കൊല്ലത്തേക്ക് സൈനിക സഹായ കരാറിൽ നമ്മൾ ഒപ്പുവെച്ചു. അത് നമ്മുടെ തൊട്ടടുത്തുള്ള ചൈന പണ്ടത്തെ ചൈനയല്ല എന്നും ചൈന നമ്മളെ നിരന്തരമായി ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും ഏതു നേരത്തും അത് ഇന്ത്യക്കെതിരായ ഒരു ആക്രമണം ചൈനയിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്നും നമ്മൾ കണ്ടുകൊണ്ടുകൂടിയാവണം വളരെ കൃത്യമായൊരു തീരുമാനമെടുത്തത് അമേരിക്കയുമായി സൈനിക കരാർ. 2, റഷ്യയിൽ നിന്ന് എണ്ണയും ഗ്യാസും വാങ്ങുന്നതിന് പകരമായി അതേ വിലക്ക് അമേരിക്കയിൽ നിന്ന് ഗ്യാസ് വാങ്ങാൻ പ്രാഥമികമായി കരാറുണ്ടാക്കി. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോഴും പുതിയൊരു തീരുമാനം ഇന്നത്തെ മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട വാർത്തയാണ്. അതെന്താന്ന് വെച്ചാൽ, അമേരിക്കയ്ക്ക് ചില സെക്ടറുകളിൽ തിരിച്ച് നമ്മളെ ഭയപ്പെടുന്നുണ്ട്, ഇന്ത്യ ഭയപ്പെടുന്നുണ്ട്. അതിന്റെ കാരണം അമേരിക്കയുടെ ഈ സിലിക്കൺ നെറ്റ്വർക്ക് ഗ്രൂപ്പ്, സിലിക്കൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയായ ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഈ മേഖലയിലാണ് അമേരിക്ക ഏറ്റവും മുന്നേറിയിട്ടുള്ളത്. ആ മേഖലയിൽ അമേരിക്കയോട് മത്സരിച്ച്, ഈവൻ ചൈനയോട് പോലും പലപ്പോഴും മത്സരിച്ച് മുന്നേറുന്നുണ്ട് ഇന്ത്യൻ കമ്പനികൾ. അതുകൊണ്ട് ഈ സിലിക്കൺ വാലി എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ വിഖ്യാതമായ ഉൽപ്പന്നം, പെൻസിൽവാനിയയിലെ അവരുടെ ഒരു പ്രദേശത്തിന്റെ പേരാണല്ലോ. ലോകത്തിലെ ടെക്നോളജി ഭീമന്മാരുടെ സാമ്രാജ്യമാണത്. ആ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ, അതിൻ്റെ ഈ റെയർ എർത്ത് മെറ്റൽസ്, അപ്പൊ അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്ക്, അത് കൊടുക്കാനും വാങ്ങാനും വേണ്ടി അമേരിക്ക മുൻകൈ എടുത്ത് രൂപീകരിച്ച ഏറ്റവും പുതിയ നെറ്റ്വർക്കിൽ മറ്റു പല രാജ്യങ്ങളും ഉണ്ട്. ബോധപൂർവ്വം ഇന്ത്യയില്ല. അത് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പ്രധാനപ്പെട്ട വാർത്തയാണ്. മിക്ക മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ NM പിയേഴ്സനെ പോലെ ഇത് എത്രയോ കാലമായി ഇന്റർനാഷണൽ പൊളിറ്റിക്സ് കൂടി നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ നമ്മളോട് ഇത്രയേറെ അടുത്ത് നിൽക്കുന്നു, അമേരിക്ക ഒരു സഹോദരനെ പോലെ ഇന്ത്യയെ ചേർത്ത് പിടിക്കുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ പോലും സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ ഇവർ ഭയപ്പെടാൻ, അമേരിക്ക ഇപ്പോഴും നമ്മളെ ഭയപ്പെടുന്നു എന്ന് കാണിക്കുന്നത് എന്തിൻ്റെ സൂചനയാണ്? നമ്മളെ ജിയോ പൊളിറ്റിക്സിൽ നമ്മൾ ഇന്ന് പുതിയ കാലത്ത് കാണുന്ന ഒരു പ്രത്യേകത, ഒരു സൗഹൃദവും സ്ഥിര സൗഹൃദമല്ല എന്നതാണ്. അല്ലെങ്കിൽ സൗഹൃദത്തിന് മുൻകാലങ്ങളിൽ നമ്മൾ കൊടുത്തിരുന്ന അർത്ഥമല്ല പുതിയ കാലത്ത് സൗഹൃദത്തിന് വരുന്നത്. ഇപ്പം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം തന്നെ രാഷ്ട്രങ്ങൾക്ക് പരസ്പരം എത്രമാത്രം ഗുണകരമാകും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സൗഹൃദം നിശ്ചയിക്കുന്ന ഒരു കാലം. നേരത്തെ നമുക്ക് ഈ ബൈപോളാർ പൊളിറ്റിക്സ് ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഇന്ത്യ വളരെ കൃത്യമായിട്ട് ആ രണ്ട് ചേരിയിലും ചേരാതെ നിന്ന് നമ്മളൊരു നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് തന്നെ രൂപപ്പെടുത്തി ലോകത്തിന് മാതൃക കാണിച്ച രാഷ്ട്രമാണ്. എങ്കിലും ആപൽഘട്ടങ്ങളിലൊക്കെ നമ്മൾ സോവിയറ്റ് യൂണിയനോടല്ലേ ചേർന്നത്? തീർച്ചയായിട്ടും സോവിയറ്റ് യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം എനിക്ക് തോന്നുന്നു കുറെ സാഹോദര്യത്തിന്റെ തന്നെയാണ്. അത് കുറെ കാലമായിട്ട് തുടരുന്നതാണ്. അതിൽ മാറ്റങ്ങൾ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാ സമയത്തും ഇങ്ങനെ എന്ത് ഗുണം നമ്മളെ കൊണ്ട് അമേരിക്ക കിട്ടും എന്ന് നോക്കിയും, നേരത്തെ നമ്മൾ അങ്ങനെ ആയിരുന്നില്ല. നേരത്തെ നമ്മൾ അവരുടെ അവരുടെ ഒരു ആശ്രിതരെ പോലെ അവരിൽ നിന്ന് സഹായം വാങ്ങാൻ നിൽക്കുന്ന രാഷ്ട്രമായിരുന്നു. നമുക്ക് മാറ്റം വന്നു. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഉച്ചഭക്ഷണം പോലും അവർ തരണം. നമുക്ക് PL 450 എന്ന് പറഞ്ഞ ഒരു ഉടമ്പടി എന്നുണ്ടായിരുന്നു. ആ ഉടമ്പടി അനുസരിച്ച് നമുക്ക് ഉപ്പുമാവും അതുപോലെ തന്നെ പാൽപ്പൊടിയും അമേരിക്കയിൽ നിന്ന് നമ്മൾ കടുത്ത ക്ഷാമത്തിന് ശേഷമുള്ള ഒരു കാലം അന്ന് നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ലോകത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഇന്ത്യ വളരെയധികം മാറി. നേരത്തെ ഒരുപാട് രാജ്യങ്ങളെ അങ്ങോട്ട് സഹായിക്കാൻ തുടങ്ങുന്ന തരത്തിലേക്ക് നമ്മളെ വികസിതമായ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിലും നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പതുക്കെ കുതിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ഈ IT മേഖലയിൽ. അപ്പം IT മേഖലയിൽ അമേരിക്കയിൽ തന്നെ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ എഞ്ചിനീയർമാർ
അതിൽ ബഹുഭൂരിപക്ഷം പേരും ഇന്ത്യക്കാരാണ്. അതെ അതെ. കേരളീയരൊക്കെ നല്ല പങ്ക് അതിനകത്ത് വഹിക്കുന്നുണ്ട്. H1B വിസ മഹാഭൂരിപക്ഷം 80% നമ്മുടെ ആണ്. ഇന്ത്യക്കാർക്കാണ്. അതെ. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്ക് ഫോഴ്സ് അതാണ്. ആ വർക്ക് ഫോഴ്സിനെ കണ്ടിട്ടാണ് അമേരിക്കക്ക് ഭയപ്പാടുള്ളത് ശരിക്കും പറഞ്ഞത്. നമുക്കപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പങ്കാളിയായി കഴിഞ്ഞാൽ അവരെ വെല്ലുവിളിക്കുന്ന ഒരു സംഘമായി മാറാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ ഒരു തലച്ചോറ് അവിടെ വളരെ വ്യാപകമായിട്ടുള്ള രീതിയിൽ അവരുപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഏത് സമയത്ത് വേണമെങ്കിലും, കാരണം അതിൻ്റെ ഒരു തുടർച്ചയുണ്ടല്ലോ, അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ എന്നൊക്കെ പറയും. ആ ജനറേഷനൊക്കെ വരുമ്പോഴേക്കും ശരിക്കും അമേരിക്കയെ കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനകത്ത് പതുക്കെ നമുക്ക് നമ്മുടെ ഒരു ഗ്രിപ്പ് പതുക്കെ അർത്ഥം മാറ്റുക. ആ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഈ സിലിക്കണുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മളെ ഒഴിവാക്കിയതെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് ആ മേഖലയിൽ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇപ്പോൾ ഇന്ത്യ സ്വയം പര്യാപ്തമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. പല അമേരിക്കൻ ഭീമന്മാരും ഇപ്പോൾ ഈ ട്രംപിൻ്റെയൊക്കെ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് അവർക്കും എതിരാണല്ലോ. ഇന്ത്യക്കാരെ ഒഴിവാക്കണം, ഇന്ത്യക്കാരുടെ വിസ പുതുക്കാൻ പാടില്ല, ഒരു ഇന്ത്യക്കാരൻ്റെ വിസ വീണ്ടും പുതുക്കണമെങ്കിൽ $1,00,000 ചെലവാക്കണം തുടങ്ങിയ നയങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഇന്നൊരു സംഗതി വന്നിട്ടുണ്ട്. പ്രസവത്തിന് മാത്രമായിട്ട് അമേരിക്കയിൽ വന്നു പോകുന്ന ഇന്ത്യക്കാർ, അത് ഇന്ത്യക്കാരുടെ കുടുംബങ്ങളാണ്, അവിടെ ജീവിക്കുന്ന ഇന്ത്യക്കാരുടെ കുടുംബങ്ങളല്ലാതെ ആരെങ്കിലും അമേരിക്കയിലേക്ക് പ്രസവിക്കാനായിട്ട് പോകും. അവർ പറയുന്നത് അമേരിക്ക ഒരു പ്രസവത്തൊട്ടിലായിട്ട് ആരും കണക്കാക്കുന്നില്ലല്ലോ. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ വന്നിട്ട് ഈ പ്രസവിക്കാനായിട്ട് മാത്രം ഇവിടുത്തെ ഈ ഇന്ത്യൻ തൊഴിലാളികളുടെ, ഇന്ത്യൻ ജീവനക്കാരുടെ കുടുംബം അങ്ങോട്ട് ചെല്ലുക, അവിടെ പ്രസവിച്ചിട്ട് ഇങ്ങോട്ട് പോരുക. അത് എന്നിട്ട് അവർ പറയുന്നുണ്ട് അത് എന്തിനാന്ന് ഞങ്ങൾക്കറിയാം, അമേരിക്കയിൽ പെറ്റു വീണ കുട്ടിക്ക് അവിടെ സിറ്റിസൺഷിപ്പ് കൊടുക്കും, അങ്ങനെ നിയമമുണ്ട്, അതിനുവേണ്ടിയാണ് വരുന്നതെങ്കിൽ ഇനി ഞങ്ങൾ വിസ കൊടുക്കൂല, അതിനുവേണ്ടി ആ സമയത്ത് ഞങ്ങളെ അനുവദിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നൊരു പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട്. അത് കുറച്ചു കാലമായിട്ട് അമേരിക്ക നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് സാമ്പത്തികം മറ്റ് മേഖലകളിലുമൊക്കെ അവർക്ക് പരിക്കുണ്ട്. ശരി, നല്ല പരിക്കുണ്ടല്ലേ? നല്ല പരിക്കുണ്ട്. ആ പരിക്ക് കൊണ്ടാണ് ഈ ട്രംപ് ഇത്രമാത്രം പരിഭ്രമം കാണിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിലും പോയി ആവശ്യമില്ലാതെ യുദ്ധം നടത്തുകയും യുദ്ധത്തിന് സഹായം നൽകുകയും ഒക്കെ ചെയ്ത് ഏറ്റെടുത്ത സാമ്പത്തിക ബാധ്യതകൾ തന്നെയാണ്. അവർ വിയറ്റ്നാം തുടങ്ങി ഈ അവസാനം അഫ്ഗാനിസ്ഥാൻ വരെയുള്ള സ്ഥലങ്ങളിൽ അവർക്കുണ്ടായ ദുരന്തം ചെറുതല്ല. അതിപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണം. ട്രംപ് പ്രധാനമായിട്ടും ആ ഒരു പ്രശ്നമാണ് അദ്ദേഹത്തെ വല്ലാത്ത തരത്തിൽ ഹാലിളക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അയാൾ നമ്മുടെ താരിഫ് യുദ്ധം എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രൂപപ്പെട്ടു വന്നതാണ്. പക്ഷെ അതിന് കൃത്യമായി ലോകം മറുപടി കൊടുക്കുന്നതിൽ ഇന്ത്യയും പങ്കാളിയായിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടായിരുന്നു. ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിലുള്ള ഒരു ത്രിമൂർത്തികളുടെ ഒരു ശാക്തിക ബലം ഇക്കാര്യത്തിൽ ട്രംപ് ശരിക്കും അനുഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അതിന് റഷ്യ നൽകിയ മറുപടി ഇതാണ്: ഞങ്ങൾ എണ്ണ തരാം, നമുക്ക് മാത്രമല്ല ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കും, നിങ്ങളുടെ കറൻസി തന്നാൽ മതി. ഡോളർ ഔട്ടാണ് ശരിക്കും. ആ ഡോളറിനെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഒതുക്കുക എന്ന് പറയുന്ന ഒരു നമുക്ക് അതിന് പറയാൻ പറ്റുന്ന അതൊരു പദ്ധതിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ആരുടെ സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജിയുടെ ഫലമായിട്ടൊക്കെയാണ് ഈ നേരത്തെ ട്രംപ് ഉയർത്തിക്കൊണ്ടുവന്ന താരിഫ് യുദ്ധത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് പിൻവലിയേണ്ടി വന്നത്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിനകത്തും വരാം. എന്തായാലും തകർച്ചയുടെ വെപ്രാളമാണ് ഈ ട്രംപിന്റെ ഹാലിളക്കം എന്നാണ് അങ്ങയുടെ ഒരു നിരീക്ഷണം. അതാണ് ഈ ഏറ്റവും ഒടുവിലത്തെ ഇന്നലത്തെ നടപടിയിൽ പോലും കാണുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ അതിനെ അതിജീവിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യ അങ്ങനെ അതിജീവനത്തിന്റെ വഴിയിലാണ്. ആരുമായിട്ടും ഏത് തരത്തിലും നമുക്ക് ഇടപെടാനുള്ള മെയ്വഴക്കമായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം. എന്തായാലും ആ മെയ്വഴക്കമാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ചൈനയായിട്ടും ഈ അഫ്ഗാനിസ്ഥാൻ പലരുമായിട്ട് നമുക്ക് ബന്ധം സ്ഥാപിക്കാനായിട്ട്. നേരത്തെ അങ്ങ് മടിയുണ്ടായി, ആ മടിയൊക്കെ പോയി. എന്തായാലും ഇന്ത്യയുടെ ആ മുന്നേറ്റം തുടരട്ടെ. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.